പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ ആദ്യം ലോക്കൽ പോലീസ് വന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു, അവരെ റോഡ് സൈഡിലേക്ക് ഒരു കടയുടെ ഭാഗത്തേക്ക് മാറ്റുന്നതുമാണ് കണ്ടത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായ 3 പേരും ചേർന്ന് വലിയ വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ കണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്ക് ഈ പ്രതിഷേധങ്ങളോട് ഇത്ര അസഹിഷ്ണുത? മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരു പ്രതിഷേധവും പാടില്ല, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിനോട് ഒരു പ്രതിഷേധവും പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ മറ്റ് ഒരു സംഘടനയ്ക്കും പാടില്ല എന്ന പിടിവാശി എന്തുകൊണ്ടാകാം? അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളെ എന്തിനാണ് പോലീസുകാർ അല്ലെങ്കിൽ കൃത്യമായി ഈ ജോലിക്ക് നിയോഗിക്കപ്പെടാത്ത മറ്റ് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനും അടക്കമുള്ളവർ ഈ വിധം മർദ്ദിക്കുന്നത്? ഇവർ മാത്രമല്ല, പാർട്ടി പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാർ അടക്കമുള്ളവരും ഇങ്ങനെ ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ നരേന്ദ്രമോദി, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും ഫാസിസ്റ്റ് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പലപ്പോഴും ഈ 2 സർക്കാരുകൾക്കും ഒരു ഇമോഷണൽ ഇനേർഷ്യ ബാധിച്ചിട്ടുണ്ട്. ഒരു ജഡത്വം, വൈകാരികമായൊരു ജഡത്വം. അതായത് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് അങ്ങനെ തന്നെ നിലകൊള്ളാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ടെൻഡൻസിയാണ്. അതിനൊരു ഇമോഷണൽ ഇനേർഷ്യ എന്ന് പറയുമ്പോൾ വൈകാരികമായൊരു ജഡത്വം എന്നതുപോലെ അവർക്കൊരു തോന്നലുണ്ട്, അവർ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ അങ്ങ് ഇരിക്കും. പ്രതിഷേധങ്ങളൊക്കെ ചെയ്യുന്നത് പ്രതിപക്ഷങ്ങളാണല്ലോ. ഭരണകൂടം ഒരിക്കലും ആരോട് പ്രതിഷേധിക്കാറില്ല. ഭരണകൂടം ഇങ്ങനെ ഭരിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷങ്ങളാണ്. അപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു മനസ്സ് മറന്നുപോയിട്ടുണ്ട് ഇവർ 2 കൂട്ടരും. 5 കൊല്ലം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വീണ്ടും പ്രതിപക്ഷം എന്ന സ്ഥാനത്തേക്ക് മടങ്ങുകയാണ് കേരളത്തിൽ 2 മുന്നണികളുടെയും പതിവ്. ഇപ്പോൾ കഴിഞ്ഞ തവണ അത് തെറ്റിയപ്പോൾ നിരന്തരമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജഡത്വം ബാധിച്ചിട്ടുണ്ട്. ഇരിക്കുന്നിടത്ത് അങ്ങനെ തന്നെ ഇരിക്കാൻ, കസേരയിൽ അവരുടെ മാനസികാവസ്ഥ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതോട് ഒരു പ്രതിപക്ഷ മനോഭാവത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പിണറായി വിജയൻ സർക്കാരിൻ്റെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിലവരെ തീർത്തും അങ്ങനെ കുറ്റം പറഞ്ഞുകൂടാ എന്നുകൂടെ പറയേണ്ടതുണ്ട്. കാര്യം വെച്ചാൽ അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഒന്നാമത് ഈ മെജോറിറ്റി, അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം അവരെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഏകാധിപത്യപരമായി എന്ത് തീരുമാനവും എടുക്കാം, എന്ത് നടപ്പാക്കാം, ആരും ചോദിക്കാനില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പാർലമെൻറ്റിലും മഹുവ മൊയ്ത്രയെ പുറത്താക്കിയൊരു സംഭവമുണ്ട് എന്നതുപോലെ ഏകാധിപത്യപരമായിട്ടാണ് പല നിലപാടുകളും കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ചില സാഹചര്യങ്ങൾ ഇവരുടെ ഈ ഒരു ഇരിക്കുന്നിടത്ത് അങ്ങ് ഇരിക്കാം അല്ലെങ്കിൽ ഇരുന്ന് പൊയ്ക്കോളും എന്നൊരു തോന്നലിൽ നിന്നുകൂടെ ഉണ്ടാകുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രതിപക്ഷ മനോഭാവം മറന്നു പോവുകയാണ്. മറ്റേ അവർക്കറിയാം ഇത്ര കാലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പ്രതിപക്ഷത്ത് വരേണ്ടവരാണ് എന്നുള്ളത് അറിയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണികൾക്കും അറിയാം. ഇതിപ്പോൾ പ്രതിപക്ഷം, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുകയാണ്. അവർക്ക് പ്രത്യേകിച്ചും ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നൊരു ചെറിയ മാറ്റമാണ് ഈ നിരന്തര പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ എന്തായാലും ഈ മാനസികാവസ്ഥ, ഭരണകൂടത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് ഇവരുടെ ഇപ്പോഴത്തെ നിലപാടിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് ഭരണകർത്താക്കളെ മാത്രമല്ല, അവരുടെ കൂടെ നടക്കുന്നവരുടെ അംഗരക്ഷകരെ, ഗൺമാനെ എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം ഗൺമാൻ്റെ ചുമതല അതല്ല. ഗൺമാന് ഈ യാത്രയിൽ മറ്റു ചില ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ലോക്കൽ പോലീസുണ്ട്, റോഡ് നീളെ ലോക്കൽ പോലീസുണ്ട്. പ്രതിഷേധങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ പോലീസാണല്ലോ അതിനെ നിയന്ത്രിക്കുകയോ തടഞ്ഞു നിർത്തുകയോ ഒക്കെ ചെയ്യുന്നത്. സർക്കാരിനെ പ്രതിരോധിക്കുന്നത് പോലീസാണ് ഇത്തരം ചില കായികമായി നേരിടേണ്ടുന്ന സാഹചര്യങ്ങളിൽ. അത്തരം സാഹചര്യങ്ങളിൽ ഡിവൈഎഫ്ഐക്കാർ കയറി അടിക്കുന്നതിൽ യാതൊരു നിയമവിരുദ്ധമായ തോന്നലും സർക്കാരിനില്ല. ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധക്കാരെ അടിക്കും. സ്വാഭാവികമായിട്ടും പോലീസിനും തോന്നും നമ്മുടെ പണിയല്ല ഇവരെ അടിക്കുന്നത്, നമ്മളെ തടയേണ്ട ഇവരുടെ പണിയല്ല, എങ്കിലും ഞാനിവിടെ കയറി ഒരെണ്ണം പൊട്ടിച്ചേക്കാം, ഇവിടെ ആരും ചോദിക്കത്തില്ല, നമ്മളെ സർക്കാർ പിന്തുണയ്ക്കുകയുള്ളൂ എന്നൊരു അരാജകത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ പിന്തുണ പരസ്യമായിട്ടുണ്ട്. കാരണം ഇന്ന് മുഖ്യമന്ത്രി ഈ മർദ്ദിച്ച അനിലിനെ അടക്കമുള്ളവരെ ആ രീതിയിലാണ് ന്യായീകരിക്കുന്നത്. ഈ കേരള ചരിത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ന്യായീകരണം, ശ്രദ്ധേയമായ ക്യാപ്സ്യൂളാണല്ലോ ഈ ജീവൻ രക്ഷാപ്രവർത്തനം എന്നത്. ഈ സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ മുതിർന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവമുള്ള കാര്യങ്ങൾ, അപ്പോൾ കുട്ടികൾ അവിടെ വന്നിട്ട് ഇടയ്ക്ക് കയറി പറയുമ്പോൾ മുതിർന്നവർ
പറയാറുണ്ട്, മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കുട്ടികൾ അങ്ങനെ സംസാരിക്കേണ്ട, ഇത് ഗൗരവമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ശാസിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ മുതിർന്നവർ കുട്ടികളെ കൊണ്ട് ചുടുചോറ് വാരിക്കുക, കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്നൊക്കെ പറയും പോലെ പ്രതിഷേധങ്ങളെ DYFIക്കാരെയും SFIക്കാരെയും ഒക്കെ ഇറക്കി വിട്ട് തടയുക, KSUക്കാരെ തല്ലുക എന്നതുപോലെ പോലീസിനെയും ഇതിനു തന്നെ ഉപയോഗിക്കുക. പോലീസിലെ തന്നെ ചില മനുഷ്യർ ഇതിനു വേണ്ടി ഇറങ്ങുകയാണ്. ഗൗരവമുള്ള വിഷയങ്ങൾ മുതിർന്നവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൂടെ കയറി വർത്താനം പറയുന്നത് പോലെ വളരെ വളരെ നീചമായ ഒരു അരാജകത്വത്തിന് നേതൃത്വം കൊടുക്കുകയാണ് സർക്കാർ എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.